പ്രിയ വിദ്യാർത്ഥികളെ, കമ്പനി അക്കൗണ്ട്സിലെ അക്കൗണ്ടിംഗ് ഫോർ ഷെയർ ക്യാപിറ്റൽ എന്ന ചാപ്റ്ററാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലെ കോൾസ് ഇൻ അരിയർ എന്ന കൺസെപ്റ്റാണ് ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത്. കോൾസ് ഇൻ അരിയർ അഥവാ കുടിശ്ശിക കോളുകൾ. നമുക്കറിയാം, ഒരു കമ്പനി അതിന്റെ ഷെയർ ക്യാപിറ്റൽ ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്നത് വിവിധ ഇൻസ്റ്റാൾമെന്റുകളായിക്കൊണ്ടാണ്. ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റിനെ ഷെയർ ആപ്ലിക്കേഷൻ എന്നും, അടുത്തത് ഷെയർ അലോട്ട്മെന്റ് എന്നും, ബാക്കി ഇൻസ്റ്റാൾമെന്റുകളെ കോൾസ് എന്നുമാണ് വിളിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതില് ആപ്ലിക്കേഷൻ മണി അടച്ച ആളുകൾക്ക് മാത്രമേ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആകാൻ കഴിയുകയുള്ളൂ. അതിലൊരിക്കലും കുടിശ്ശിക ഉണ്ടാകില്ല. കാരണം ഒരു ഷെയർ ഹോൾഡർ ആകേണ്ടതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം എന്ന് പറയുന്നത് അയാൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയും ആപ്ലിക്കേഷൻ മണി അടക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ബാക്കി ഇൻസ്റ്റാൾമെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് അലോട്ട്മെന്റ് മുതൽ മറ്റ് കോൾസിലൊക്കെ ഇങ്ങനെ കുടിശ്ശിക വരാൻ സാധ്യതയുണ്ട്. ഇപ്പോ കോൾസ് ഇൻ അരിയർ അഥവാ കുടിശ്ശിക കോളുകൾ എന്നാൽ ഒരു കമ്പനി അതിന്റെ ഷെയർ ഹോൾഡേഴ്സിനോട് വിവിധ ഇൻസ്റ്റാൾമെന്റുകൾ അടക്കാൻ ആവശ്യപ്പെടുകയും എന്നാൽ അത് കൃത്യമായിട്ട് അടക്കുന്നതിൽ ഈ ഷെയർ ഹോൾഡേഴ്സ് പരാജയപ്പെടുകയും ചെയ്യുന്ന സിറ്റുവേഷനാണ് നമ്മൾ കോൾസ് ഇൻ അരിയർ എന്ന് പറയുന്നത്. അതായത് കമ്പനി അടക്കാൻ ആവശ്യപ്പെട്ട പണം ഷെയർ ഹോൾഡേഴ്സ് അടക്കാതിരിക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ അങ്ങനെ കമ്പനിക്ക് കളക്ട് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനെയാണ് നമ്മൾ ഇങ്ങനെ കുടിശ്ശിക കോളുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കുടിശ്ശിക കോളുകൾ ഉണ്ടാകുമ്പോൾ, കോൾസ് ഇൻ അരിയർ ഉണ്ടാകുമ്പോൾ അത് കമ്പനിയുടെ അക്കൗണ്ട്സ് ബുക്കിൽ എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത്, അതിന്റെ ജേണൽ എൻട്രിയിൽ എന്ത് മാറ്റമാണ് വരിക, എങ്ങനെയാണ് അത് അതിന്റെ ജേണൽ എൻട്രി പാസ്സാക്കേണ്ടത്, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മളുടെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ. കോൾസ് ഇൻ അരിയേഴ്സ്. If a shareholder is not able to pay the call amount due on allotment or any calls according to the terms, കമ്പനി വെക്കുന്ന ടേംസിനനുസരിച്ച്, കമ്പനിയുടെ വ്യവസ്ഥകൾക്കനുസരിച്ച് ഒരു ഷെയർ ഹോൾഡർക്ക് അലോട്ട്മെന്റ് വഴിയോ മറ്റേതെങ്കിലും കോളോ അടക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ the amount that becomes due, അങ്ങനെ അടയ്ക്കേണ്ടതായിട്ടുള്ള എമൗണ്ട്, അതായത് കമ്പനി ഷെയർ ഹോൾഡേഴ്സിനോട് അലോട്ട്മെന്റ് മണിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോളുകളോ അടക്കാൻ ആവശ്യപ്പെട്ടു, പക്ഷെ അത് ആ ഷെയർ ഹോൾഡർക്ക് അടക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അവർ അടയ്ക്കേണ്ടതായിട്ടുള്ള എമൗണ്ട് അല്ലെങ്കിൽ അവരടക്കാത്ത എമൗണ്ട്, ദാറ്റ് ഈസ് കോൾസ് ഇൻ അരിയേഴ്സ് ഓർ അൺപെയ്ഡ് കോൾസ്. അതിനെയാണ് നമ്മൾ കോൾസ് ഇൻ അരിയർ അല്ലെങ്കിൽ അൺപെയ്ഡ് കോൾ എന്ന് വിളിക്കുന്നത്. ഒരു ഷെയർ ഹോൾഡർക്ക് നിബന്ധനകൾക്ക് അനുസൃതമായിട്ട് അലോട്ട്മെന്റ് മണിയോ ഏതെങ്കിലും കോൾ തുകയോ അടക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ അടയ്ക്കേണ്ട തുകയെ കുടിശ്ശിക കോളുകൾ അല്ലെങ്കിൽ പണം അടക്കാത്ത കോളുകൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഒരു ഷെയർ ഹോൾഡർക്ക് കമ്പനി വയ്ക്കുന്ന നിബന്ധനകൾക്ക് അനുസൃതമായിട്ട് അലോട്ട്മെന്റ് വഴിയോ ഏതെങ്കിലും കോൾ തുകയോ അടക്കാൻ കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹം അടയ്ക്കേണ്ടതായിട്ടുള്ള ആ തുകയെയാണ് കുടിശ്ശിക കോളുകൾ, അദ്ദേഹം അടക്കാത്ത ആ എമൗണ്ടിനെയാണ് കുടിശ്ശിക കോളുകൾ, കോൾസ് ഇൻ അരിയർ അല്ലെങ്കിൽ അൺപെയ്ഡ് കോൾ, പണം അടക്കാത്ത കോളുകൾ എന്ന് വിളിക്കുന്നത്. Then methods of accounting treatment of calls in arrears. എങ്ങനെയാണ് ഈ കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്തുന്നത്? ഈ കോൾസ് ഇൻ അരിയർ അക്കൗണ്ട്സിൽ ഉൾപ്പെടുത്തുന്നതിന് രണ്ട് രീതികൾ അഡോപ്റ്റ് ചെയ്യാറുണ്ട്. ഒന്ന്, വിത്തൗട്ട് ഓപ്പണിംഗ് കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട്. കോൾസ് ഇൻ അരിയർ എന്ന് പറയുന്ന ഒരു പ്രത്യേക അക്കൗണ്ട് തയ്യാറാക്കാതെ കോൾസ് ഇൻ അരിയർ നമുക്ക് റെക്കോർഡ് ചെയ്യാം. അതേപോലെ തന്നെ ബൈ ഓപ്പണിംഗ് കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട്. കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു പ്രത്യേക അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ കോൾസ് ഇൻ അരിയർ റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ കോൾസ് ഇൻ അരിയർ എന്ന് പറയുന്ന സെപ്പറേറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാതെയോ അല്ലെങ്കിൽ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടോ നമുക്ക് കോൾസ് ഇൻ അരിയർ അക്കൗണ്ട്സിൽ ഉൾപ്പെടുത്താൻ കഴിയും. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് വിതൗട്ട് ഓപ്പണിംഗ് കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട്. ഇത് വളരെ എളുപ്പമാണ്. ഈ കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള അക്കൗണ്ട് നമ്മൾ ഇവിടെ പ്രത്യേകമായിട്ട് റെക്കോർഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അണ്ടർ ദിസ് മെത്തേഡ് we credit the receipts from shareholders to the relevant call account. ഈ അനുസരിച്ച് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് കിട്ടുന്ന പണം അതാത് കോളിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. നമുക്കറിയാം, അപ്പോൾ നമുക്ക് അലോട്ട്മെന്റ് മണി കിട്ടുന്ന സമയത്തുള്ള എൻട്രി, റിസീവ് ചെയ്യുന്ന സമയത്തുള്ള എൻട്രി ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ അലോട്ട്മെന്റ് എന്നാണ്. അപ്പോൾ ഷെയർ അലോട്ട്മെന്റിലേക്ക് നമ്മൾ ആ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഏത് ഇൻസ്റ്റാൾമെന്റ് ആണെങ്കിലും അതേപോലെ തന്നെയാണ് ആ ലഭിക്കുന്ന എമൗണ്ട് ആ ഇൻസ്റ്റാൾമെന്റിലേക്ക് നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യുക. ആൻഡ് വേരിയസ്
call account will show debit balance equal to the total unpaid amount of calls. നമ്മൾ പറഞ്ഞു ഏത് ഇൻസ്റ്റാൾമെന്റിലെ എമൗണ്ട് നമ്മൾ റിസീവ് ചെയ്താലും അതാത് ഇൻസ്റ്റാൾമെന്റിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അലോട്ട്മെന്റ് മണി കിട്ടിക്കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് എത്തിട്ട് ഷെയർ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞ് അതിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. ഫസ്റ്റ് കോൾ ആണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് എത്തിട്ട് ഷെയർ ഫസ്റ്റ് കോൾ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് കോൾ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. ഇനി ഈ ഓരോ അക്കൗണ്ടുകളുടെയും ഡെബിറ്റ് ബാലൻസ്, ഈ അക്കൗണ്ടുകൾക്ക് ഡെബിറ്റ് ബാലൻസ് ഉണ്ട് എങ്കിൽ അത് സൂചിപ്പിക്കുന്നത് കോൾസ് ഇൻ അരിയറിനെ ആണ് എന്നതാണ്. അതായത് വേരിയസ് കോൾ അക്കൗണ്ട് വിൽ ഷോ ഡെബിറ്റ് ബാലൻസ് ഈക്വൽ ടു ദി ടോട്ടൽ അൺപെയ്ഡ് എമൗണ്ട് ഓഫ് കോൾസ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഏതെങ്കിലും ഇൻസ്റ്റാൾമെന്റുകൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും കോളുകൾക്ക് ഡെബിറ്റ് ബാലൻസ് കാണുകയാണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് കോൾസ് ഇൻ അരിയറിനെയാണ്. അപ്പൊ ഈ രീതിയിൽ കുടിശ്ശിക കോൾ അക്കൗണ്ട് തുറക്കാതെ ഷെയർ ഹോൾഡർമാരിൽ നിന്നുള്ള സ്വീകരിച്ച പണം ബന്ധപ്പെട്ട കോൾ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോ നമ്മള് കുടിശ്ശിക കോൾ അക്കൗണ്ട് തുറക്കാതെ ആണ് കോൾസിനെ രേഖപ്പെടുത്തുന്നതെങ്കിൽ ഷെയർ ഹോൾഡർമാരിൽ നിന്ന് നമ്മൾ വിവിധ കോൾ ഇനത്തിൽ കിട്ടിയിട്ടുള്ള പണം അതായത് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. വിവിധ കോൾ അക്കൗണ്ടുകളുടെ ഡെബിറ്റ് ബാലൻസ് മൊത്തം അടക്കാത്ത കോളുകൾക്ക് തുല്യമായിരിക്കും. അപ്പോ ഏതൊക്കെ അലോട്ട്മെന്റ് മുതൽ മറ്റു കോളുകളിൽ ഏതിനൊക്കെയാണോ ഡെബിറ്റ് ബാലൻസ് ഉള്ളത് ആ ഡെബിറ്റ് ബാലൻസ് ആണ് കോൾസ് ഇൻ അരിയർ എന്ന് പറയുന്നത്. അതാണ് അടക്കാത്ത കോളുകൾ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോ ഷെയർ അലോട്ട്മെന്റ് വേണ്ടി ഡ്യൂ ആകുന്നതിനുള്ള എൻട്രി നമുക്കറിയാം. ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് എത്തിട്ട് ഷെയർ ക്യാപിറ്റലാണ്. 10,000 രൂപയാണ് നമ്മൾക്ക് അലോട്ട്മെന്റ് ഇനത്തിൽ കിട്ടാനുള്ളത് അല്ലെങ്കിൽ ഡ്യൂ ആയിട്ടുള്ളത് എന്ന് സങ്കല്പിക്കുക. അപ്പോ നമ്മൾ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് എത്തിട്ട് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതി ആ 10,000 രൂപ എൻട്രി ചെയ്യും. ഇനി നമുക്ക് റിസീവ് ചെയ്യേണ്ടത് സെയിം എമൗണ്ട് തന്നെയാണ്. കോൾസ് ഇൻ അരിയർ ഇല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് എത്തിട്ട് ഷെയർ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് 10,000 രൂപ തന്നെയാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്, അല്ലെ? പക്ഷെ ഇവിടെ 1000 രൂപ കോൾസ് ഇൻ അരിയർ ഉണ്ട് എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഷെയർ അലോട്ട്മെന്റ് റിസീവ് ചെയ്യുന്ന സമയത്തുള്ള എൻട്രി ഫോർ അലോട്ട്മെന്റ് മണി റിസീവ്ഡ് എന്ന് പറയുമ്പോൾ ബാങ്ക് അക്കൗണ്ട് എത്തിട്ട് ഷെയർ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് 9,000 രൂപയാണ് നമ്മൾക്ക് രേഖപ്പെടുത്താൻ കഴിയുക. ഇവിടെ സ്വാഭാവികമായിട്ടും ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ടിലേക്ക് വന്ന ഡെബിറ്റ് 10,000 ആണ്, ഷെയർ അലോട്ട്മെന്റിലേക്ക് വന്ന ക്രെഡിറ്റ് 9,000 ആണ്. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 1000 രൂപയുടെ ഡെബിറ്റ് ബാലൻസ് ആണ്. ഡെബിറ്റ് ആണ് കൂടുതൽ, അപ്പോൾ ഡെബിറ്റ് ബാലൻസ് ആണ്. ഈ ഡെബിറ്റ് ബാലൻസ് സൂചിപ്പിക്കുന്നത് കോൾസ് ഇൻ അരിയറിനാണ് എന്നാണ് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ കാര്യം. ഇനി ഇതിന്റെ ഒരു അക്കൗണ്ട് ഫോർമാറ്റിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമാകും. ഇപ്പോൾ നോക്കൂ, ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് എത്തിട്ട് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ടിലേക്ക് നമ്മൾ ഡെബിറ്റ് ചെയ്യും 10,000. അതേപോലെ ബാങ്ക് അക്കൗണ്ട് എത്തിട്ട് ഷെയർ അലോട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ടിലേക്ക് 9,000 നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് 1000 രൂപ ഡെബിറ്റ് സൈഡ് ആണ് കൂടുതൽ, സോ 1000 രൂപയുടെ ഡെബിറ്റ് ബാലൻസ് കിട്ടുന്നു. ഇതാണ് കോൾസ് ഇൻ അരിയർ എന്ന് പറയുന്നത്. പ്രത്യേകമായി കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാതെ എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു കേസിൽ ജേണൽ എൻട്രി എഴുതുന്നത് നമുക്ക് ഈ എക്സാമ്പിളിലൂടെ ചെക്ക് ചെയ്യാം. The company makes first call at ₹2 per share on 5,000 shares. ഒരു കമ്പനി അതിന്റെ ഫസ്റ്റ് കോള് 5,000 ഷെയറിന്റെ മേലെ 2 രൂപ നിരക്കിൽ വിളിക്കുന്നു. കമ്പനിയുടെ ഷെയറിന്റെ ഫസ്റ്റ് കോൾ 2 രൂപ വെച്ച് 5,000 ഷെയറിന്റെ മേലടക്കാൻ കമ്പനി ഷെയർ ഹോൾഡേഴ്സിനോട് ആവശ്യപ്പെടുന്നു. The receipt of the amount on the first call is for 4,500 shares. എന്നാൽ 5,000 ഷെയറിന്റെ മേലെ പണം അടക്കാൻ കമ്പനി ആവശ്യപ്പെട്ടെങ്കിലും 4,500 ഷെയറിന്റെ മുകളിൽ മാത്രമാണ് ആപ്ലിക്കേഷൻ മണി കിട്ടിയത്. അപ്പൊ 500 ഷെയർ കൈവശമുള്ള ഷെയർ ഹോൾഡേഴ്സ് ഈ ഫസ്റ്റ് കോള് അടച്ചിട്ടില്ല. അപ്പൊ 500 ഷെയറിന് 2 രൂപ വെച്ച് 1,000 രൂപ അടക്കാൻ ഇനിയും ബാക്കിയുണ്ട്, അടക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അടക്കാത്തതായിട്ടുണ്ട്. ആ എമൗണ്ടിനെ നമ്മൾ കോൾസ് ഇൻ അരിയർ എന്ന് പറയുന്നത്. ഈ ഉദാഹരണത്തില് കോൾസ് ഇൻ അരിയർ എന്ന് പറയുന്നത് 1000 രൂപയാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത് കോൾസ് ഇൻ അരിയർ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകമായിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെയാണ് നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയുക? നമ്മള് ആ അക്കൗണ്ടിന്റെ ഡെബിറ്റ് ബാലൻസ് നോക്കിക്കൊണ്ടാണ്. ഏതിപ്പോ ഫസ്റ്റ് കോൾ ആണ് നമുക്ക് ഇവിടെ കിട്ടേണ്ടത്. ഫസ്റ്റ് കോൾ അക്കൗണ്ടിന് എത്ര രൂപ ഡെബിറ്റ് ബാലൻസ് ഉണ്ടോ അതാണ് അവിടെ കോൾസ് ഇൻ അരിയറിനെ സൂചിപ്പിക്കുന്നത്. അതായത് ജേണൽ എൻട്രിയിലേക്ക് വരാം. ഫസ്റ്റ് എൻട്രി നമുക്കറിയാം ഫസ്റ്റ് കോൾ ഡ്യൂ ആകുന്നതിനുള്ള എൻട്രിയാണ്. സോ ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് എത്തിട്ട് ഷെയർ ക്യാപിറ്റൽ 5,000 ഷെയറിന് 2 രൂപ വെച്ച് 10,000 രൂപ ഡ്യൂ ആകുന്നു. ദെൻ സെക്കൻഡ് എൻട്രി എന്ന് പറയുന്നത് ആ ഫസ്റ്റ് കോൾ എമൗണ്ട് റിസീവ് ചെയ്യുന്നതിനുള്ള എൻട്രിയാണ്. ബാങ്ക് അക്കൗണ്ട് എത്തിട്ട് ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട്. അപ്പൊ നമുക്ക് 4,500 ഷെയറിന്റെ മേലെ മാത്രമേ പണം കിട്ടുന്നുള്ളൂ. 4,500 × 2 9,000. അപ്പൊ ഇവിടെ നമുക്ക് കോൾസ് ഇൻ അരിയർ പ്രത്യേകിച്ച് കാണാനില്ല. കാരണം നമുക്കറിയാം ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാത്ത മെത്തേഡാണ്.
ഇവിടെ 10,000 രൂപ ഷെയർ ഫസ്റ്റ് കോളിൽ ഡെബിറ്റ് ഉണ്ട്. ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ടിന് ക്രെഡിറ്റ് 9,000 ആണ്. 1000 രൂപയുടെ ഡിഫറൻസ് ഡെബിറ്റ് ബാലൻസ് ആണ്. അതാണ് കോൾസിൻ അരിയർ സൂചിപ്പിക്കുന്നത്. നമ്മൾ ഇതിന് മനസ്സിലാക്കണം. ഓക്കെ, അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് ബൈ ഓപ്പണിംഗ് കോൾസിൻ അരിയേഴ്സ് അക്കൗണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ നോക്കിയത് കോൾസിൻ അരിയർ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി രണ്ട് രീതികൾ അഡോപ്റ്റ് ചെയ്യുന്നു. ഒന്ന്, കോൾസിൻ അരിയർ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയാണ് ഈ കോൾസിൻ അരിയർ റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന്, കോൾസിൻ അരിയർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാത്ത രീതിയിൽ എങ്ങനെ ഇത് കാണിക്കും എന്നുള്ളതാണ്. അപ്പോൾ കോൾസിൻ അരിയർ അക്കൗണ്ട് എന്ന് പറയുന്ന സെപ്പറേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാത്ത രീതി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി സെപ്പറേറ്റ് ആയിട്ട് ഒരു കോൾസിൻ അരിയർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെയാണ് അതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അണ്ടർ ദിസ് മെത്തേഡ് വി ട്രാൻസ്ഫർ ദി അൺപെയ്ഡ് എമൗണ്ട് ടു കോൾസിൻ അരിയേഴ്സ് അക്കൗണ്ട്. ഇവിടെ സ്വാഭാവികമായിട്ടും കോൾസിൻ അരിയർ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അൺപെയ്ഡ് എമൗണ്ടുകളൊക്കെ ഷെയർ ഹോൾഡർ അടക്കാത്ത എമൗണ്ട് കോൾസിൻ അരിയർ എന്ന് പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എത്ര രൂപയാണോ അടവ് വരാത്തത്, ഷെയർ ഹോൾഡർ ഫാൾട്ട് വരുത്തിയിട്ടുള്ളത്, അടക്കാത്ത ഇരിക്കുന്നത്, അത്രയും എമൗണ്ട് കോൾസിൻ അരിയർ എന്ന് പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആസ് എ റിസൾട്ട് ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ആൻഡ് ഷെയർ കോൾ അക്കൗണ്ട് വിൽ നോട്ട് ഷോ എനി ബാലൻസ്. നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഈ കോൾസിൻ അരിയർ ഉണ്ടാകുമ്പോൾ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ടിലും അതുപോലെ തന്നെ ഷെയർ കോൾ അക്കൗണ്ടിലും ഡെബിറ്റ് ബാലൻസ് ഉണ്ടാകും നമ്മൾ മനസ്സിലായി. എത്ര രൂപയുടെ കോൾസിൻ അരിയർ ഉണ്ടോ അത്രയും ബാലൻസ് ഉണ്ടാകും എന്നാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ ഇവിടെ കോൾസിൻ അരിയർ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് അൺപെയ്ഡ് എമൗണ്ട് മൊത്തം ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ട് ഈ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ടും കോൾ അക്കൗണ്ടുകൾക്കും പിന്നീട് ബാലൻസ് ഉണ്ടാകില്ല. അവ എന്താകും, ക്ലോസ് ആകും എന്നുള്ളതാണ്. അപ്പോൾ കോൾസിൻ അരിയർ അക്കൗണ്ട് എന്ന് പറയുന്ന സെപ്പറേറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ മെത്തേഡ് സ്വീകരിച്ചു കഴിഞ്ഞാൽ അലോട്ട്മെന്റ് അക്കൗണ്ടുകളും അതുപോലെ തന്നെ കോൾ അക്കൗണ്ടുകളും എല്ലാം ഒരു ബാലൻസും കാണിക്കില്ല എന്നുള്ളതാണ്. ആ ബാലൻസ് മൊത്തത്തിൽ നമ്മൾ കോൾസിൻ അരിയർ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. The കോൾസിൻ അരിയർ അക്കൗണ്ട് will show a debit balance equal to the total unpaid amount on allotment and calls. ഈ അലോട്ട്മെന്റ് പിന്നെ മണിയുടെയും അതുപോലെ കോൾസിലെയും എത്ര അൺപെയ്ഡ് എമൗണ്ട് ഉണ്ടോ, എത്ര കോൾസിൻ അരിയർ ഉണ്ടോ അത് മുഴുവനായിട്ട് അതിന് തുല്യമായിട്ടുള്ള ഒരു എമൗണ്ട് കോൾസിൻ അരിയർ അക്കൗണ്ടിന്റെ ഡെബിറ്റ് ബാലൻസ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ കമ്പനിയിലെ ടോട്ടൽ കോൾസിൻ അരിയർ എന്നുള്ളത് കോൾസിൻ അരിയർ അക്കൗണ്ടിന്റെ ഡെബിറ്റ് ബാലൻസ് ആയിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. Later on, receipt of arrear amount we credit it to the കോൾസിൻ അരിയേഴ്സ് അക്കൗണ്ട്. പിന്നീട് ഈ കോൾസിൻ അരിയർ ഫാൾട്ട് വരുത്തിയിരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സ് പിന്നീട് ആ കുടിശ്ശിക അടക്കുന്ന സമയത്ത് അത് കമ്പനിക്ക് കിട്ടുമ്പോൾ ഈ എമൗണ്ട് നമ്മൾ കോൾസിൻ അരിയറിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. അതായത് എത്ര രൂപ കോൾസിൻ അരിയർ ആയിട്ടുണ്ടോ അത് കോൾസിൻ അരിയർ അക്കൗണ്ടിന്റെ ഡെബിറ്റ് ബാലൻസ് ആയിട്ടാണ് കാണുക. പിന്നീട് ആ കുടിശ്ശിക ഈ കമ്പനിക്ക് കിട്ടുന്ന മുറക്ക് അത് നമ്മൾ എന്ത് ചെയ്യുന്നു, കോൾസിൻ അരിയർ അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ചെയ്യുക. അതുവഴി ആ കോൾസിൻ അരിയർ അക്കൗണ്ട് ക്ലോസ് ആയി പോവുകയാണ് ചെയ്യുന്നത്. കോൾ കുടിശ്ശിക അക്കൗണ്ട് തുറക്കുന്നതിലൂടെ എങ്ങനെയാണ് നമ്മൾ ഇത് രേഖപ്പെടുത്തുക എന്നുള്ളത് ഒന്നുകൂടി നോക്കാം. ഈ രീതിയിൽ ഓഹരി ഉടമകൾ അടക്കാത്ത തുക കുടിശ്ശിക അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. എത്രയാണോ ഓഹരി ഉടമകൾ അടക്കാത്തത് അത്രയും എമൗണ്ട് കുടിശ്ശിക അക്കൗണ്ടിലേക്ക് അഥവാ നമ്മളുടെ കോൾസിൻ അരിയർ അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. തൽഫലമായി ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ടും കോൾ അക്കൗണ്ടുകളും ഒരു ബാലൻസും കാണിക്കില്ല. ക്ലിയർ ആണല്ലോ. കാരണം ഇങ്ങനെ നമ്മൾ ലഭിക്കാത്ത എമൗണ്ട് കോൾസിൻ അരിയർ അക്കൗണ്ട് എന്ന് പറയുന്ന സെപ്പറേറ്റ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നതോട് കൂടിയിട്ട് ഈ അലോട്ട്മെന്റ് അക്കൗണ്ടും കോൾ അക്കൗണ്ടും ഒക്കെ എന്താകുന്നു, ക്ലോസ് ആകുന്നു. അതിന് പിന്നീട് ബാലൻസ് ഉണ്ടാകില്ല. ഓക്കെ, കോൾ കുടിശ്ശിക അക്കൗണ്ടുകൾ അലോട്ട്മെന്റിലും കോളുകളിലും അടക്കാത്ത ആകെ തുകക്ക് തുല്യമായ ഒരു ഡെബിറ്റ് ബാലൻസ് കാണിക്കും. അപ്പോൾ ഇനി പിന്നെ കോൾസിൻ അരിയർ അക്കൗണ്ടിന്റെ ബാലൻസ് എന്ന് പറയുന്നത് മൊത്തത്തിൽ എത്രയാണോ അലോട്ട്മെന്റ് ഇനത്തിലോ അല്ലെങ്കിൽ മറ്റു കോളുകൾ ഇനത്തിലോ നമുക്ക് അടവ് വരാത്തത്, അടക്കാത്തത്, ആ എമൗണ്ടിന്റെ ആ ടോട്ടൽ എമൗണ്ടിന് തുല്യമായിരിക്കും ഈ കോൾസിൻ അരിയർ അക്കൗണ്ടിന്റെ ടോട്ടൽ എന്ന് പറയുന്നത്. കോൾ കുടിശ്ശിക അക്കൗണ്ടിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് മൊത്തം കോൾസിൻ അരിയർ എന്ന് പറയുന്നത് അലോട്ട്മെന്റ് ഇനത്തിലും കോൾ ഇനത്തിലും അടവ് വരാത്ത തുകക്ക് തുല്യമായിരിക്കും. പിന്നീട് കുടിശ്ശിക തുക ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് കോൾ കുടിശ്ശിക അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ഷോർട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ കോൾസിൻ അരിയർ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം അടവ് വരാത്ത തുക നമ്മൾ കോൾസിൻ അരിയർ അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കാണിക്കും. അതുവഴി എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ മറ്റ് അക്കൗണ്ടുകൾ, അതായത് ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ടും കോൾ അക്കൗണ്ടും എല്ലാം ക്ലോസ് ആകും. അതിന് പിന്നെ ബാലൻസ് ഉണ്ടാകില്ല. ആ ബാലൻസ് മൊത്തത്തിൽ അടവ് വരാത്ത മൊത്തം എമൗണ്ട് കോൾസിൻ അരിയർ അക്കൗണ്ടിലാണ് കാണുക.
ഇനി ഈ കോൾസിനറി അക്കൗണ്ട് പിന്നെ കുടിശ്ശിക കിട്ടാത്തത്രയും കാലം എത്രയാണോ കുടിശ്ശിക ആയിട്ടുള്ള അത്രയും എമൗണ്ടിന്റെ ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുക. പിന്നീട് ഒരു നിശ്ചിത തീയതിക്ക് ശേഷം ഈ ഷെയർ ഹോൾഡേഴ്സ് ആ പണം കമ്പനിയിലേക്ക് അടക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത്രയും എമൗണ്ട് നമ്മൾ കോൾസിനറി അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. അതുവഴി കോൾസിൻ അക്കൗണ്ട് ക്ലോസ് ആകും എന്നുള്ളതാണ് ഇതിന്റെ ചുരുക്കം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ നേരത്തെ നമ്മൾ കോൾസിനറി അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ എങ്ങനെയാണ് ജേണൽ എൻട്രി പാസ്സാക്കുക എന്നുള്ളതിന് ഒരു എക്സാമ്പിൾ പറയും. സെയിം എക്സാമ്പിൾ തന്നെ കോൾസിനറി അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എൻട്രി എടുക്കുന്നത് എങ്ങനെ വ്യത്യാസം വരുന്നു എന്ന് നോക്കാം. സെയിം എക്സാമ്പിൾ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ 5000 ഷെയർ ആണ് ഉള്ളത്. അതിന്റെ മുകളിൽ ഫസ്റ്റ് കോൾ 2 രൂപ അടയ്ക്കാനാണ് കമ്പനി ആവശ്യപ്പെട്ടിട്ടുള്ളത്. 4500 ഷെയറിന് മേലെ 2 രൂപ അടച്ചു. 500 ഷെയറിന് മേലെ 2 രൂപ അടക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോ 500 ഷെയറിന് മേലെ 2 രൂപ വെച്ച് 1000 രൂപ കോൾസിനറി ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഒരു കോൾസിനറി അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ടാണ് നമ്മൾ ജേണൽ എൻട്രി എഴുതുന്നതെങ്കിൽ എങ്ങനെയാണ് വ്യത്യാസം വരുന്നത് നോക്കാം. ഫസ്റ്റ് എൻട്രിയിൽ യാതൊരു മാറ്റമില്ല. ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് എത്തിട്ട് ഷെയർ ക്യാപിറ്റല് 5000 ഷെയറിന് 2 രൂപ വെച്ച് 10000 രൂപ തന്നെ, നേരത്തെ നമ്മൾ പറഞ്ഞ അതേപോലെ തന്നെ. പക്ഷേ എമൗണ്ട് റിസീവ് ചെയ്യുന്ന സമയത്ത് നേരത്തെ നമ്മൾ ബാങ്ക് അക്കൗണ്ട് എത്തിട്ട് ഷെയർ ഫസ്റ്റ് കോൾ എന്ന് പറഞ്ഞ 9000 മാത്രമാണ് കാണിച്ചത്. പക്ഷെ ഇവിടെ കോൾസിനറി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു വ്യത്യാസം, ബാങ്ക് അക്കൗണ്ട് എത്ര 4500 9000. ഞാൻ എത്ര രൂപ കോൾസിനറിയർ ഉണ്ടോ അത് കോൾസിനറി അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യുന്നു. കോൾസിനറിയസ് അക്കൗണ്ട് ഇട്ട് 500 × 2 500 ഷെയറിന് 2 രൂപ വെച്ച് കിട്ടിയിട്ടില്ല 1000 രൂപ. ഷെയർ ഫസ്റ്റ് കോൾ 10000. ഓക്കെ, അപ്പൊ ഇവിടെ കോൾസിനറി അക്കൗണ്ട് എന്ന് പറയുന്നത് പുതിയൊരു അക്കൗണ്ട് കൂടി നമ്മൾ ഓപ്പൺ ചെയ്യുന്നു എന്നുള്ളതാണ് ഇങ്ങനെ ഈ കോൾസിനറി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന മെത്തേഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. തുടർന്ന് പോകാണെങ്കിലും ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ടിൽ 10000 രൂപയാണ് ഡെബിറ്റ് ചെയ്തത്. അതേപോലെ തന്നെ ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ടിലെ ക്രെഡിറ്റും 10000 ആണ്. ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ടിന് ഒരു ബാലൻസും ഇല്ല. ഇനി എത്ര രൂപ ശരിക്കും നമുക്ക് കിട്ടാനുള്ളത് ബാലൻസ് ആയിട്ട് വരേണ്ടത് 1000 രൂപയാണ്. ആ 1000 രൂപ കിട്ടാനുള്ളത് നമ്മൾ കോൾസിനറി അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഈ അക്കൗണ്ട് ക്ലോസ് ആകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കുടിശ്ശികായിട്ടുള്ള അരിയറായിട്ടുള്ള എമൗണ്ട് ഷെയർ ഹോൾഡേഴ്സ് അടക്കുന്ന സമയത്താണ്, കമ്പനി സ്വീകരിക്കുന്ന സമയത്താണ്. അങ്ങനെ കമ്പനി സ്വീകരിക്കുമ്പോൾ ഈ 1000 രൂപ കോൾസിനറി കിട്ടുമ്പോൾ ഇത് കോൾസിനറി അക്കൗണ്ടിലേക്ക് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ബാങ്ക് അക്കൗണ്ട് എത്തിട്ട് കോൾസിനറി അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അത്ര രൂപ ക്രെഡിറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഈ കോൾസിനറി അക്കൗണ്ട് ക്ലോസ് ആയി പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ കോൾസിനറി അക്കൗണ്ട് ലഭിക്കുന്നതായിട്ട് നമ്മളെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഈ 2 എൻട്രി മാത്രമേ നോട്ട് ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, interest on coalsinariers. The Articles of Association of a company may empower the directors to charge interest at a stipulated rate on coalsinariers. കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പ്രകാരം ഡയറക്ടേഴ്സിന് കോൾസിനറിയറിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് ചുമത്താനുള്ള, ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇഫ് ദി ആർട്ടിക്കിൾസ് ആർ സൈലന്റ് ഇൻ ദിസ് റിഗാർഡ്, ഇനി ആർട്ടിക്കിൾസിൽ ഈ കോൾസിനറിയറിന്റെ ഇൻട്രസ്റ്റ് ഒന്നും പരാമർശിച്ചിട്ടില്ല എങ്കിൽ, അതിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ the rule contained in table F shall be applicable. കമ്പനി നിയമത്തിലെ ടേബിൾ എഫിൽ ഉള്ള നിയമങ്ങളാണ് അവിടെ ബാധകമാകുന്നത്. ടേബിൾ എഫിൽ എത്രയാണ് കോൾസിനറിയറിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് അതാണ് അവിടെ ബാധകത. അത് പറഞ്ഞിട്ടുള്ളത് വിച്ച് സ്റ്റേറ്റ് ദാറ്റ്, ഈ ടേബിൾ എഫിൽ പറയുന്നത് the interest at a rate not exceeding 10% per annum shall have to be paid on all unpaid amount on shares. അതായത് ടേബിൾ എഫിൽ പറഞ്ഞിട്ടുള്ളത് വർഷത്തിൽ 10% കോൾസിനറിയറിന്റെ 10% കൂടാത്ത ഒരു റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പരമാവധി 10% ഇൻട്രസ്റ്റ് കോൾസിനറിയറിന്റെ മേലെ ചാർജ് ചെയ്യാനാണ് ടേബിൾ എഫിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി പ്രത്യേകമായിട്ട് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ എത്ര റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ ചാർജ് ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, അപ്പോ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഈ ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ച് സൈലന്റ് ആണെങ്കിൽ ടേബിൾ എഫ് നോക്കി നമ്മൾ അതിന്റെ റേറ്റ് നിശ്ചയിക്കണം. ടേബിൾ എഫിൽ പരാമർശിച്ചിട്ടുള്ളത് 10% വരെ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ കോൾസിനറിയർ എന്നുള്ളത് 10% എന്ന് നമുക്ക് ടേബിൾ എഫിൽ കാണാൻ കഴിയും. കുടിശ്ശിക കോളുകളുടെ പലിശ. ഒരു കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ കുടിശ്ശിക കോളുകൾക്ക് നിശ്ചിത നിരക്കിൽ പലിശ ഈടാക്കാൻ ഡയറക്ടർമാരെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ ആർട്ടിക്കിൾസ് നിശബ്ദമാണെങ്കിൽ പട്ടിക എഫിൽ അടങ്ങിയിരിക്കുന്ന നിയമം ബാധകമാകും. ഇത് പ്രകാരം പലിശ 10% കവിയാത്ത നിരക്കിൽ ഓരോ വർഷവും കുടിശ്ശിക കോളുകൾക്ക് നൽകണം. ഇതാണ് ഇതിന്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത്. ഇനി നമുക്ക് എത്ര മനസ്സിലാക്കിയ കോൾസിനറിയറിന്റെ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ നമുക്കൊന്ന് പരിചയപ്പെടാം.
ഇതിലൂടെ എങ്ങനെയാണ് ജേണൽ എൻട്രി പാസ്സാക്കുന്നത്, എക്സാമിനേഷന് ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. Neo Limited issued 10,000 equity shares of ₹10 each, payable at ₹3 on application, ₹3 on allotment, ₹2 on first call and the balance on second and final call. Neo Limited എന്ന് പറയുന്ന കമ്പനി 10,000 ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു. ആ ഇക്വിറ്റി ഷെയറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 10 രൂപയുടെ ഷെയറാണ്, 10 രൂപ ഫേസ് വാല്യൂള്ള ഷെയറാണ്. ഇതിന്റെ ഇൻസ്റ്റാൾമെന്റുകൾ ആപ്ലിക്കേഷൻ 3 രൂപ, അലോട്ട്മെന്റ് 3 രൂപ, ഫസ്റ്റ് കോൾ 2 രൂപ, ബാലൻസ് സെക്കൻഡ് ആൻഡ് ഫൈനൽ പറയാമോ. ബാലൻസ് ഇനി 3, 3, 6, 2, 8 കഴിഞ്ഞാൽ 2 രൂപ ബാലൻസ് ഉണ്ടായിരിക്കുമ്പോൾ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളും 2 രൂപയാണെന്ന് കാണാൻ കഴിയും. ഓൾ ദ ഷെയർസ് വർ ഫുള്ളി സബ്സ്ക്രൈബ്ഡ്. എല്ലാ ഷെയറുകളും പൊതുജനങ്ങൾ വാങ്ങിച്ചു, 10,000 ഷെയർസും ജനങ്ങൾ വാങ്ങിച്ചു. ആൻഡ് പെയ്ഡ്, എല്ലാ എമൗണ്ടും അടക്കുകയും ചെയ്തു. എക്സെപ്റ്റ് ഓഫ് എ ഷെയർ ഹോൾഡർ ഹാവിംഗ് 200 ഷെയർസ്. 200 ഷെയർ കൈവശമുള്ള ഒരാൾ ഒഴികെ എല്ലാവരും മുഴുവൻ എമൗണ്ടുകളും അടച്ചു, എല്ലാ ഇൻസ്റ്റാൾമെന്റുകളും അടച്ചു. ഈ 200 ഷെയർ കൈവശമുള്ള ആള് could not pay for second and final call. അയാളുടെ കയ്യിൽ നിന്ന് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ ലഭിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ ബാക്കിയെല്ലാം ഇൻസ്റ്റാൾമെന്റും കിട്ടിയിട്ടുണ്ട്. 200 ഷെയറിന് മേലെ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ കിട്ടിയിട്ടില്ല. സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ നമ്മൾ നേരത്തെ നോക്കി കഴിഞ്ഞാൽ 2 രൂപയാണ്. അപ്പൊ 200 × 2 പറഞ്ഞാൽ 400 രൂപയാണ് നമുക്ക് ഇനി ആകെ ഈ കമ്പനിക്ക് ഷെയർ ഇഷ്യൂമായിട്ട് കിട്ടാനുള്ളത്, ഇതുമായി ബന്ധപ്പെട്ട് കിട്ടാനുള്ളത്. അപ്പൊ ഈ 200 × 2 400 രൂപയാണ് നമ്മൾ കോൾസിൻ അരിയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ജേണൽ എൻട്രി പാസ്സാക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നത്. കോൾസിൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന മെത്തേഡാണ്. കോൾസിൻ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എങ്ങനെ ജേണൽ എൻട്രി എഴുതാമെന്നാണ് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യേണ്ടത്. ജേണൽ എൻട്രിക്ക് വന്നാൽ ഫസ്റ്റ് നമുക്കറിയാം ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്നതിനുള്ള എൻട്രി ആണ്. 10,000 ഷെയറിന് 3 രൂപ വെച്ചിട്ട് ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്ന സമയത്തുള്ള എൻട്രി. ബാങ്ക് അക്കൗണ്ട് എത്ര ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് 10,000 × 3 30,000 രൂപ. അതിന്റെ നരേഷൻ ഷെയർ ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ്. ഇനി സെക്കൻഡ് എൻട്രി ആപ്ലിക്കേഷൻ മണി ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ളതാണ്. സോ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ സെയിം എമൗണ്ട് തന്നെയാണ്. ഇവിടെ 10,000 ഷെയർ ഇഷ്യൂ ചെയ്തത്, ആ 10,000 ഷെയർ തന്നെയാണ് ജനങ്ങൾ വാങ്ങിച്ചതും അപ്ലൈ ചെയ്തതും. അപ്പോൾ ഒരു മാറ്റമില്ല, ഓവർ സബ്സ്ക്രിപ്ഷൻ ഒന്നുമില്ല. അതുകൊണ്ട് സെയിം എമൗണ്ട് തന്നെ നമ്മൾ ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ ആപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫേർഡ് എന്ന് പറയുന്ന ഒരു നരേഷൻ നമുക്ക് കൊടുക്കാൻ കഴിയും. തേർഡ് എൻട്രി ഷെയർ അലോട്ട്മെന്റ് മണി ഡ്യൂ ആകുന്നതിനുള്ള എൻട്രിയാണ്. അലോട്ട്മെന്റ് മണിയും 3 രൂപയാണ്. 10,000 ഷെയറിന് 3 രൂപ വെച്ച് 30,000 രൂപയാണ് ഡ്യൂ ആയിട്ടുള്ളത്. അതിന്റെ എൻട്രി എന്ന് പറയുന്നത് ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ 10,000 × 3 30,000. ദെൻ നരേഷൻ ഷെയർ അലോട്ട്മെന്റ് മണി ഡ്യൂ. അപ്പൊ ആപ്ലിക്കേഷന്റെ അതേപോലെ തന്നെ 10,000 ഷെയറിന് 3 രൂപ വെച്ചാണ് അലോട്ട്മെന്റ് മണിയും ഡ്യൂ ആയിട്ടുള്ളത്. ദെൻ ഫോർത്ത് എൻട്രി അലോട്ട്മെന്റ് മണി റിസീവ് ചെയ്യുന്നതിനുള്ള എൻട്രിയാണ്. ഇവിടെ നമുക്ക് കാണാം കോൾസിൻ അരിയർ ഒന്നും ഇല്ല, എല്ലാവരും അലോട്ട്മെന്റ് മണി അടച്ചിട്ടുണ്ട്. സോ ഡ്യൂ ആകുന്ന എൻട്രിയും ഡ്യൂ ആകുന്ന സമയത്ത് നമ്മൾ എഴുതിയ എമൗണ്ടും അതുപോലെ തന്നെ റിസീവ് ചെയ്യുന്ന സമയത്തുള്ള എമൗണ്ടും സെയിം ആണ്. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് 10,000 × 3 30,000. ഇത് വ്യത്യാസം വരുന്നത് കോൾസിൻ അരിയർ ഉണ്ടാകുമ്പോൾ മാത്രമാണ്. അടച്ച എമൗണ്ടിൽ വ്യത്യാസം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇങ്ങനെ നമ്മൾ സെക്കൻഡ് എൻട്രി എഴുതുന്ന സമയത്ത് എമൗണ്ട് വ്യത്യാസം വരിക. ദെൻ ഫിഫ്ത്ത് എൻട്രി എന്ന് പറയുന്നത് ഫസ്റ്റ് കോൾ ഡ്യൂ ആകുന്നതിനുള്ളതാണ്. ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് എത്ര ഷെയർ ക്യാപിറ്റൽ ഇവിടെ 2 രൂപയാണ് ഫസ്റ്റ് കോളും ഫൈനൽ കോളും 2 രൂപയാണ്. സോ 10,000 × 2 20,000 ഡ്യൂ ആകുന്നു. അതിന്റെ നരേഷൻ എന്ന് പറയുന്നത് ഷെയർ ഫസ്റ്റ് കോൾ ഡ്യൂ. ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഫസ്റ്റ് കോൾ സമയത്തും ആരും ക്യാഷ് അടക്കാതിരുന്നിട്ടില്ല. കോൾസിൻ അരിയർ ഇല്ല. കോൾസിൻ അരിയർ ആകെ വരുന്നത് ഫൈനൽ കോളിന്റെ സമയത്ത് മാത്രമാണ്. അപ്പൊ ഇവിടെ റിസീവ് ചെയ്യുന്ന സമയത്തുള്ള എമൗണ്ടും സെയിം ആയിരിക്കും. സോ നെക്സ്റ്റ് എൻട്രി റിസീവ് ചെയ്യുന്നതാണ് ഫസ്റ്റ് കോള്. ബാങ്ക് അക്കൗണ്ട് എത്ര ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് 10,000 × 2 20,000. നരേഷൻ ഷെയർ ഫസ്റ്റ് കോൾ മണി റിസീവ്ഡ്. ദെൻ അടുത്ത എൻട്രി ഫൈനൽ കോൾ ഡ്യൂ ആകുന്നതിനുള്ളതാണ്. സോ ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് എത്ര ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 2 രൂപയാണ്. 10,000 × 2 10,000 ഷെയറിന് 2 രൂപ വെച്ച് 20,000 രൂപ ഡ്യൂ ആകുന്നു. നരേഷന് ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ ഡ്യൂ. ഇനി ഇത് റിസീവ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് കോൾസിൻ അരിയർ വരുന്നത്. നമുക്കറിയാം 200 ഷെയറിന്റെ മേലെ 2 രൂപ വെച്ച് ഷെയർ ഹോൾഡർ എന്ത് ചെയ്തിട്ടില്ല, സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അടച്ചിട്ടില്ല. അപ്പൊ 400 രൂപയാണ് കോൾസിൻ അരിയർ എന്ന് പറയുന്നത്. അത് നമ്മൾ കോൾസിൻ അരിയർ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എങ്ങനെ ജേണൽ എൻട്രി ചെയ്ത് നോക്കാം. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ കോൾസിൻ അരിയേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് 20,400 രൂപയാണ് കിട്ടിയത്. സോ 19,600 കിട്ടി. കോൾസിൻ അരിയർ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു കോൾസിൻ അരിയർ അക്കൗണ്ടിലേക്ക്. കോൾസിൻ അരിയേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 400.
ദെൻ ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ എന്ന് പറയുന്നത് മുഴുവൻ എമൗണ്ടും 10,000 × 2 20,000. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളിൽ ബാലൻസ് ഒന്നുമില്ല. ആ 400 രൂപ ലഭിക്കാത്തത് നമ്മൾ കോൾസിൻ എരിയർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായിട്ട് കാണാൻ കഴിയും. നരേഷൻ എന്ന് പറയുന്നത് ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ റിസീവ്ഡ് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഈസി ആയിക്കൊണ്ട് കോൾസിൻ എരിയർ രേഖപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് ജേണൽ എൻട്രി പാസ്സാക്കാൻ കഴിയും. ഇത്രയാണ് കോൾസിൻ എരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിനെ തുടർന്ന് കോൾസിൻ അഡ്വാൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിന്റെ തുടർന്ന് ബാക്കി പിന്നെ കമ്പനിയുടെ ജേണൽ എൻട്രി എഴുതുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആക്കാനുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ഓരോ ക്ലാസ്സിലായിട്ട് മനസ്സിലാക്കാം. ഇന്ന് ഈ ഒരു എക്സാമ്പിളോട് കൂടി നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.